അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിനെ അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറവാശ്ശേരി മുഹമ്മദ്, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈന മുഹമ്മദിൻ്റെ ഭർത്താവാണ്. അവർ വയ്ക്കുന്നത് എല്ലാ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ വയ്ക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ൻ്റെ ശോഭ കെടുത്താനോ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീപ്ത സ്മരണ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. തലയിൽ മുണ്ടിട്ടിട്ട് ചെയ്യുന്ന ഈ പ്രക്രിയ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ നല്ലവരായ CPMകാർ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു UDFനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. ഇപ്പം ചെയ്യുന്നത് ഈ പരാജയത്തിൽ വിളറി പൂണ്ട മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല CPMകാരല്ല, മോശം CPMകാരാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസ് ഇതിന് കേസ് രജിസ്റ്റർ ചെയ്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഇത് CPMൻ്റെ 10 വർഷക്കാലത്തെ ഭരണം ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടാണ് അവരെ തെരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയത്, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ. ജനമനസ്സുകളിൽ ഇന്ന് CPMന് സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ CPMനെ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ ചെയ്തതിനെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഐക്യത്തെയോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ലഭിച്ച ശോഭയെയോ കെടുത്താൻ സാധിക്കില്ല. ഈ മുഹമ്മദ് അതിനുശേഷം അവരുടെ തന്നെ ഗ്രൂപ്പുകളിലിട്ട ആ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ പാർട്ടിക്കകത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പിസമാണ്. അതിൽ വ്യക്തമായി പറയുന്നു, സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച പലരും ഈ ഗ്രൂപ്പിലുണ്ട്. ഞാൻ പക്ഷെ ചെയ്തത് നമുക്ക് എതിരാളികളായ പാർട്ടിയിൽ അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ് പുറത്തു വന്നിട്ടുള്ളത്. സ്വന്തം കണ്ണിലെ മരക്കഷ്ണം നീക്കം ചെയ്തിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് നീക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും ഏറ്റവും കരണീയമായത് എന്നാണ് ഇത്തരണത്തിൽ CPMൻ്റെ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കാൻ. അല്ല, അത് അവരുത്തരം പറയണം. കാരണം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. സംസ്ഥാനത്ത് പലയിടത്തും ഇങ്ങനെ ബോർഡുകൾ വന്നിട്ടുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടി സാറിൻ്റെ ബോർഡ് കീറിയപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ പറയുകയുണ്ടായി, കോൺഗ്രസ്സുകാരായവർ ആരും ഇത് ചെയ്യില്ല എന്ന്. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. സംസ്ഥാനത്തുടനീളം CPM ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കാതെ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ, അതും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഷൈന മുഹമ്മദിൻ്റെ ഭർത്താവാണ്. അത്രയും ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അറിയാതെ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പാർട്ടിയുടെ നേതൃത്വം ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കും. അങ്ങനെ ആ വോയിസിൽ പറയുന്നില്ല. അത് നിങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. അദ്ദേഹം അവരുടെ ഗ്രൂപ്പിൽ പറയുന്നത് നമ്മുടെ പാർട്ടിക്ക് ഏറ്റവും
എതിർപ്പുള്ള ശത്രുപക്ഷത്തുള്ള പാർട്ടിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഞാനതാ പറഞ്ഞത്. ഇത് പാർട്ടി അധികാരത്തിൽ വരണമെന്ന്, UDF വരണമെന്ന് നല്ല CPMകാർ ആഗ്രഹിച്ചിരുന്നു. അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് വെച്ചു. ഇത് പാർട്ടിയെ തകർക്കണം എന്നുള്ളവരാണ്, അതുകൊണ്ടാണ് ശേഷം വയ്ക്കുന്നത്. മുന്നു വെച്ച നല്ല CPMകാരെ നമുക്കെല്ലാവർക്കും അറിയാം. അവരേതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല, UDF അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം CPMൻ്റെ സഹയാത്രികർ, ഇടതുപക്ഷ സഹയാത്രികർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവരതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, ആ വോയിസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ വോയിസിൽ വ്യക്തമായി പറയുന്നുണ്ട് അത് വാടാനപ്പള്ളിയിലെ CPMൻ്റെ ഗ്രൂപ്പാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പറയുന്നു, ഇതിൽ പലരും ഉണ്ട്, പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്തത് പാർട്ടിയെ, ശത്രുപക്ഷത്തുള്ള പാർട്ടിയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇത്രയും പരസ്യമായി ഈ ഗ്രൂപ്പിലൂടെ പറയണം എന്നുണ്ടെങ്കിൽ CPMൻ്റെ പാർട്ടി നേതാക്കന്മാരുടെ ഗ്രൂപ്പാണ്, അതിൽ പരസ്യമായി പറയണമെന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അറിയാതെ പറയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ അതിൽ നേതൃത്വമാണ് ആ നിലപാട് വ്യക്തമാക്കേണ്ടത്. അല്ലാതെ കണ്ട് CPMൻ്റെ ഒരു ഗ്രൂപ്പിൽ പരസ്യമായി അങ്ങനെ പറയാൻ ആർക്കാണ് ധൈര്യം വരിക? അല്ലെങ്കിൽ ഇൻഡിവിജ്വലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആ ഗ്രൂപ്പിൽ പറയണമായിരുന്നു, ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട്. ഏതാ? അല്ല, നമ്മളിപ്പോൾ വാടാനപ്പള്ളി ബോർഡിൻ്റെ കാര്യമാണ്, അതല്ലേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാനതാ പറഞ്ഞത്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കണക്കാക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പാർട്ടിക്ക് കിട്ടിയ 102ൻ്റെ ശോഭ കെടുത്താൻ, ബഹുമാനനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീപ്ത സ്മരണ ഇല്ലാതാക്കാൻ, ഇത് രണ്ടും കേരളത്തിൽ നടപ്പാവുന്ന കാര്യമല്ല. ജനങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഒപ്പം. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ നേതൃത്വം പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊരു പ്രത്യേകതയോ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. ഹൈക്കമാൻഡ് ഞങ്ങളുടെ നേതൃത്വം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും CPMൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം.